പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ റെസ്പോൺസിബിൾ പാരൻറ്റിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അധ്യയന വർഷം ആരംഭിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞു. സ്വാഭാവികമായും പരീക്ഷകളും ആരംഭിച്ചു കാണും. പരീക്ഷയും മാർക്കും പ്രധാനപ്പെട്ടതാണ്, സംശയമില്ല. അതേസമയം മാർക്കിനേക്കാൾ ഏറെ പ്രധാനമാണ് കുട്ടികളുടെ ജീവനും ആരോഗ്യവും എന്ന കാര്യം മാതാപിതാക്കളും ഒപ്പം അധ്യാപകരും ഓർക്കേണ്ടതാണ്. കാരണം മാർക്ക് ഒരാളുടെ ജീവിത വിജയത്തിൻ്റെ അവസാന വാക്കല്ല. 2 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ചില യാഥാർത്ഥ്യങ്ങൾ. പഠനത്തിൽ ഒട്ടും ശോഭിക്കാതിരുന്ന, പരീക്ഷകളിൽ 0 മാർക്കോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം മാർക്ക് വാങ്ങുകയോ ചെയ്തിരുന്ന, ഒരേ ക്ലാസ്സിൽ പല പ്രാവശ്യം തോറ്റിട്ടുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യ പത്മശ്രീ നൽകി ആദരിച്ച ആ മനുഷ്യൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവൻ, ശൂന്യതയിൽ നിന്നും ഗോളുകൾ സൃഷ്ടിച്ചവൻ, കറുത്ത മുത്തെന്ന് വിശേഷണമുള്ളവൻ. ആ കുട്ടിയുടെ ദയനീയ സ്ഥിതി അറിയാനിട വന്ന ഒരു ടീച്ചർ മറ്റുള്ളവർ അറിയാതെ അവന് വേണ്ടി ഒരു പൊതിച്ചോറ് എന്നും കൊണ്ടുവരുമായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ കുടുംബഭാരം മുഴുവൻ അമ്മയുടെ തലയിൽ. വിശപ്പായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 1982 തൃശ്ശൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ സോഡ വിറ്റ് നടക്കേണ്ടി വന്നിട്ടുണ്ട് പട്ടിണി മാറ്റാൻ കുറച്ച് പൈസയ്ക്കായി. അമ്മ തൃശ്ശൂർ നഗരങ്ങളിലും പരിസരങ്ങളിലും ആക്രി പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയിരുന്ന പണമായിരുന്നു ഏക വരുമാനം. പാഴ്ത്തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളിച്ചിരുന്ന ആ കുട്ടി പിന്നീട് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു ഹീറോയായി. 1987 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് കേരള പോലീസിൽ ജോലി നൽകി. അന്ന് അവൻ്റെ പ്രായം 17.5 വയസ്സ്. പ്രായപൂർത്തിയാകാതിരുന്നതിനാൽ 6 മാസം ഗസ്റ്റ് റോളിൽ കളിച്ചു. 18 തികഞ്ഞപ്പോൾ പോലീസിലും ടീമിലും ഔദ്യോഗികമായി ചേർന്നു. കൊടിയ പട്ടിണിയിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസമായി മാറിയ അവനെ 2025 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അവൻ്റെ പേരാണ് പത്മശ്രീ IM വിജയൻ. പത്മശ്രീ ലഭിച്ചപ്പോൾ ശ്രീ വിജയൻ പറഞ്ഞ വാക്കുകൾ ഏറെ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിൽ ഓരോരുത്തരിലും ഒരു അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എല്ലാവരിലുമുണ്ട്. നാം അത് കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ മാറും. വിദ്യാഭ്യാസം പ്രധാനമാണെങ്കിലും അത് മാത്രമല്ല വിജയത്തിന് അനിവാര്യം. നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി അതിനെ നാം വളർത്തിയെടുക്കുമ്പോഴാണ് നാം വളരുന്നത്. കുട്ടികൾ ഓരോ കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവിയാണ്. അവരുടെ വിദ്യാഭ്യാസവും വളർച്ചയും ഒരു സമൂഹത്തിൻ്റെ പുനർജനനത്തിന് അടിത്തറയാണ്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം അല്പം വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാർക്ക് നേടുക, മികച്ച സ്ഥാനം നേടുക എന്ന ഗോളുകൾ കുട്ടികളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യമായി ചിലർ പരിഗണിക്കുന്നുണ്ട്. ഇത് വളരെ തെറ്റായ സമീപനമാണ്. 2, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ. അവയിൽ 1, ജീവിതത്തിൽ പഠനത്തിൻ്റെ ഏക മാനദണ്ഡം മാർക്കല്ല. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കുന്നത് തീർച്ചയായും ഉപരിപഠനത്തിന് അത്യാവശ്യമാണ്. എങ്കിലും അതിനുവേണ്ടി മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഉയർന്ന മാർക്ക് വാങ്ങാനും എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കണമെന്നില്ല എന്നത് ഒരു സത്യമാണ്. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായി പല കുട്ടികളും മാനസിക ശാരീരിക അസ്വസ്ഥതകൾക്ക് വിധേയരായി ചികിത്സ കൊണ്ട് മാറാനാകാത്ത വിധം രോഗികളാവുകയും അപൂർവ സന്ദർഭങ്ങളിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഇടവരികയോ ചെയ്യുന്നുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളോ അതല്ലെങ്കിൽ രോഗികളായി തീരുന്നവരോ ലക്ഷത്തിൽ ഒരാളാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ഒരേ ഒരു ജീവിതമാണ് നമ്മളൊക്കെ ചേർന്ന് നശിപ്പിക്കുന്നതും ഇല്ലാതാക്കുന്നതും എന്ന തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാകണം. അവർക്കും മാതാപിതാക്കൾക്കും നഷ്ടപ്പെടുന്നത് തിരിച്ചു നൽകാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. 2, കലാകായിക മേഖലയിൽ ശോഷണം സംഭവിക്കുന്നു. പഠനത്തിൻ്റെ ഏക ലക്ഷ്യമായി മാർക്ക് മാറിയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മറ്റു കഴിവുകൾ കണ്ടെത്തുകയോ പരിപോഷിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ വരുന്നു. തന്മൂലം കുട്ടികളുടെ കഴിവുകൾ പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മേഖലകളിലും ഉണ്ടെന്ന കാര്യവും വിസ്മരിക്കപ്പെടുന്നു. തൽഫലമായി കലാകായിക കഴിവുകളിലൂടെ വലിയവരാകേണ്ടവരുടെ ജീവിതം വഴിമുട്ടിപ്പോകുന്നു. 3, അനാവശ്യ സമ്മർദ്ദം പഠനത്തോട് വിരസത സൃഷ്ടിക്കുന്നു. തന്മൂലം പഠനം ഉപേക്ഷിക്കുകയോ ബോധപൂർവം പഠിക്കാതിരിക്കുകയോ അതുമല്ലെങ്കിൽ ക്രിമിനൽസായി മാറുകയോ ഒക്കെ ചെയ്യുന്നു. 4, ജീവിതത്തിൽ പാഠപുസ്തകേതര അറിവുകളും അനുഭവങ്ങളും നഷ്ടപ്പെടുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പുസ്തകങ്ങളിൽ നിന്നല്ല, അനുഭവങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. സ്വാർത്ഥത, ധൈര്യം, മാനവികത, സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങിയവ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ വിജയം അളക്കുന്നത് അവരുടെ മാർക്കുകളാൽ മാത്രമാകരുത്.
അവരുടെ ആരോഗ്യവും സന്തോഷവുമാണ് ഏതൊരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വലിയ നേട്ടമെന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. അവർക്ക് കൂടുതൽ സ്നേഹവും പിന്തുണയും നൽകുക. അവരെ പഠനം, പരീക്ഷ, മാർക്ക് എന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിതരാക്കി നിർത്തൂ. എപ്പോഴും ഓർക്കുക, അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും സന്തോഷവും സമാധാനവുമാണ് ഏതൊരു രക്ഷിതാവിൻ്റെയും മർമ്മപ്രധാനമായ കടമ, ഉത്തരവാദിത്തമെന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. അതായിരിക്കട്ടെ നിങ്ങളുടെയും ലക്ഷ്യം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.